ഇപ്പോൾ നടൻ സ്നേഹത്തോടെ ദിലീപും ഓർക്കുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സിനിമാ മേഖലയിൽ എല്ലാവരുമായും ഒരടുപ്പം സൂക്ഷിച്ചിരുന്ന ശ്രീനിവാസൻ 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണിപ്പോൾ തിരശീലയിടുന്നത്. ഇപ്പോൾ ദിലീപും എത്തിയിരിക്കുന്നു അല്ലേ അർജുൻ? തീർച്ചയായും സുജയ, ഇപ്പോൾ നടൻ ദിലീപും ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള മറ്റ് നിരവധി പേരും ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഇപ്പോൾ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നടൻ മോഹൻലാൽ അടക്കമുള്ളവരും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും നടൻ ദിലീപ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹവുമായി ഏറെക്കാലം ബന്ധമുള്ള ഒരു നടന്മാരിൽ ഒരാൾ തന്നെയാണ് ദിലീപ്. അതോടൊപ്പം തന്നെ മറ്റ് സിനിമാ താരങ്ങൾ, അവരിൽ സാധാരണ അണിയറ പ്രവർത്തകരടക്കം അദ്ദേഹവുമായി വളരെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരൊക്കെ തന്നെ അദ്ദേഹവുമായി ഏറെക്കാലമായി ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം സത്യനന്ദിക്കാട്, അതോടൊപ്പം തന്നെ ദിലീപൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനരികിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തി നിൽക്കുകയാണ്. സത്യനന്ദിക്കാടുമായുള്ള ബന്ധം നമുക്ക് അറിയാവുന്നതിനപ്പുറമാണ്, നമുക്ക് പറയാൻ കഴിയുന്നതിലപ്പുറമാണെന്നത് ഉറപ്പാണ്. സത്യനന്ദിക്കാടാക്കിയത് ശ്രീനിവാസനാണ്. ശ്രീനിവാസനും സത്യനന്ദിക്കാടും ചേർന്നാൽ വിസ്മയങ്ങളാണ് മലയാളികൾക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ തന്നെ ഒരു കാലഘട്ടം സാക്ഷിയുമാണതിന്. സിനിമാ മേഖല ഒന്നടങ്കം അവിടേക്ക് എത്തിച്ചേരുന്നു എന്ന് വേണം കരുതാൻ. സംവിധായകരും നിർമ്മാതാക്കളും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും അഭിനേതാക്കൾക്കൊപ്പം തന്നെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീനിവാസൻ. നമുക്കൊപ്പം വിനിത വേണുകൂടിയുണ്ട്. വിനിത, നന്മ നിറഞ്ഞവൻ എന്ന് പൂർണ്ണ അർത്ഥത്തിൽ നന്മയെക്കുറിച്ച് മാത്രമല്ല, തിന്മയെക്കുറിച്ചും എന്തിനെക്കുറിച്ചും തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്ത ആളായിരുന്നു ശ്രീനിവാസൻ എന്ന് അടയാളപ്പെടുത്തുന്നതല്ലേ ഇപ്പോൾ അദ്ദേഹത്തെ കാണാനായി വന്നുകൊണ്ടിരിക്കുന്ന പല തുറകളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് നമ്മൾ കണ്ടറിയേണ്ടത്? സുജയ, തീർച്ചയായും പ്രിയപ്പെട്ട ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒരുപക്ഷെ കലാകേരളം പാടെ ഒഴുകിയെത്തുകയാണ്. മലയാള സിനിമയിൽ അദ്ദേഹത്തോട് വിയോജിപ്പുള്ളവർ പോലും ഇപ്പോൾ കാണാൻ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ശ്രീനിവാസൻ്റെ ജീവിതവും അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ സംഭാഷണവും അദ്ദേഹത്തിൻ്റെ രീതികളും എല്ലാം തന്നെ എല്ലാവർക്കും അറിയാവുന്നതുമായിരുന്നു. അതുകൊണ്ട് ആരും ഒരു പരിഭവത്തിൽ എടുത്തിരുന്നില്ല എന്നതാണ്.